എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ മാങ്ങയാണ്, സ്വന്തം മാങ്ങ, പച്ച മാങ്ങയാണ്, പഴുത്തതല്ല. ഇതുകൊണ്ടാണ് ഒരു ചോറ് ഉണ്ടാക്കുന്നത്, മാങ്ങാച്ചോറ്. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറ്, പിന്നെ തക്കാളിച്ചോറ്, തൈരും ചോറ്, അങ്ങനെ ഒരുപാട് തരം ചോറുണ്ട്. അതിൽ പെട്ട ഒരു മാങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചീവണത് വെച്ചിട്ട് ഇതിൽ ചീവി എടുക്കണം. മാങ്ങനെ ആദ്യം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടത് നമുക്ക് ചീവി നിന്ന് എടുക്കാം. ഇതേമാതിരി മാങ്ങ മതി. വല്ലാണ്ട് പുളിയുള്ള മാങ്ങ പാടില്ല. ഈ മാങ്ങ അധികം പുളിപ്പുണ്ടാവില്ല. അപ്പോൾ അത് മതി. പച്ച മാങ്ങ ആവണം. തൊലി കളയണമെന്നൊന്നുമില്ല. ഇത്ര ചീവി ഇട്ടിട്ടുണ്ട്. എത്ര വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചോറേ ഉള്ളൂ. അപ്പോൾ തോന ഉണ്ടെച്ചാൽ തോന ഉണ്ടാക്കുക. ഇത് വളരെ കുറച്ച് ചോറേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചീവി എടുക്കുക. ഇങ്ങനത്തെ ഉണ്ടാവുമല്ലോ നിറയെ, അങ്ങനത്തെ ഇത് വെച്ചിട്ട് എല്ലാം നല്ല ചീവി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആവണം. കാണാൻ നല്ല ഭംഗിയില്ലേ, സൂപ്പറാണ്. അതേപോലെ ടേസ്റ്റും നല്ല. ചോറ് കൊണ്ടുപോകാനും വീട്ടിൽ കഴിക്കാനും ഇനി കറിയൊന്നും ഇല്ല പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ചോറ് നേരെ വേവിച്ചിട്ട് പാകത്തിന് വേവിച്ചിട്ട് റെഡിയാക്കി വെക്കണം എന്നാണ്. ചോറ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാർത്ത് വെച്ചിരുന്നു. പൊന്നി അരിയുടെ ചോറാണ്. ഏത് ചോറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ஆனால் ഓരോരോ ചോറിൽ ഓരോ ടേസ്റ്റ് ആവുന്നത് മാത്രമേ ഉള്ളൂ. അതിന് മാത്രം വ്യത്യാസമുള്ളൂ. ചോറ് നല്ല വേവാൻ പാടില്ല, ഇങ്ങനെ വേറെ ഉണ്ടാവണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുപ്പ് കത്തിച്ചു, ചട്ടി ചൂടാവട്ടെ, എണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ് മാങ്ങാച്ചോറ്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാ കുറയ്ക്കുക, അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഇപ്പോൾ രണ്ടാൾക്ക് ഉണ്ടാകുന്ന ചോറാഴ്ച അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2-3 സ്പൂൺ വേണം. 1/2 സ്പൂണ് കടുകിടാം. കടുക് പൊട്ടി നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കടലപ്പരിപ്പുണ്ട്. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ, വലിയ സ്പൂൺ, 1 സ്പൂണുണ്ട്. രണ്ട് മുളക് ഒന്ന് പൊട്ടിച്ചിടുക. സവാള, ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കാം, അരിഞ്ഞ് വെച്ചാണ്. സവാള ഒന്ന് മൂക്കട്ടെ. അതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം, 2 പച്ചമുളക്. ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. എല്ലാം മിക്സാക്കാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉള്ളി, പച്ചമുളക്, വേണമെങ്കിൽ ഇഞ്ചി ഇടാം, അതൊന്നും ഇടണില്ല ഇഞ്ചിയൊന്നും. ഉള്ളി, പച്ചമുളക് മാത്രം, കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ട്. കടുക്, എണ്ണ, കറുവൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല അപാര ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചോറാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം, ഉണ്ടാക്കാത്തവരൊക്കെ. എന്നിട്ട് പറയണം. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത്ര നല്ലോണം ആവണമെന്നൊന്നുമില്ല, ഇത്ര ആയാലും മതി. വരണമെന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്താൽ മതി. നല്ലോണം വറുത്ത് ചോക്കര ആവണമെന്നില്ല. മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത്ര പനിയുള്ളൂ. മാങ്ങ വേവാൻ അങ്ങനെയൊന്നുള്ളൊരു പ്രയാസവും ഇല്ല. അത് ചൂടിൽ വെന്തോളും. നൈസായതല്ലേ, നൈസായി അരിഞ്ഞാലും മതി. ഇനിയിപ്പോൾ അതില്ല വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചോറിട്ട് കൊടുക്കാം. ചോറ് ഇടണോ? 1-2 സാധനങ്ങളില്ല പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ടേസ്റ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇത്ര മതി. അടുപ്പ് സിമ്മിലിടാം, ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം, വേണമെന്നൊന്നുമില്ല, വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇടാം. നല്ല കളർഫുള്ളായി തേച്ചുള്ള മാങ്ങാച്ചോറ് റെഡിയായി. ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്കിവിടെ മല്ലിയില ഇടാം. മല്ലിയില ഇട്ടണം കുറച്ച്, മല്ലിയില, അപ്പോൾ അത് ടേസ്റ്റാണ്. ടേസ്റ്റുള്ള ചോറ് റെഡിയായി. അടുപ്പ് ഓഫാക്കാം. സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങാച്ചോറാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ ഒക്കെ പറയുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്.